ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. വേറെ ഒന്നല്ല, ഞാൻ ഇന്നും പറയാറുള്ള പോലെ എനിക്ക് ഇടയ്ക്കൊരു മടി വരും. ആ സമയത്ത് ഞാൻ വിചാരിക്കും ഓക്കെ വീഡിയോ ഒന്നും എടുക്കണ്ട, ഇനിയിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് എനിക്ക്. പിന്നെ അത് മാത്രമല്ല, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോണ്ടൻറ്റും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നും ഈ ഹാമ്പേഴ്സൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഇന്നും ഒരു ഹാമ്പർ തന്നെയാണ്, ഒരു ട്രോളി ഹാമ്പറാണ്. ഇറ്റ്സ് ഫോർ എ ബേബി ഗേൾ. അപ്പോൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും കാണാൻ ഇഷ്ടമാണ് ഇതുപോലത്തുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവുമല്ലോ ഇതുപോലെ ബേബി ഗേൾസിൻ്റെ ആക്സസറീസും അവരുടെ ഐറ്റംസ് എല്ലാം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെ കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻ കമ്മിങ് ടു ദിസ് ഹാമ്പർ, ഇതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബാഗാണ് കേട്ടോ. ഈ ബാഗ് ആക്ച്വലി ഒരു ബാക്ക് ബാഗാണ്, പക്ഷേ നമുക്ക് വൺ സൈഡ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ സ്റ്റാപ്സും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. പിന്നെ ഇതിൻ്റെ കളറ് നല്ല രസമാണ് ഇത് നേരിട്ട് കാണാൻ. പക്ഷേ ഫോട്ടോയിൽ ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അല്ല കേട്ടോ, ഇത് ഇറ്റ്സ് എ നോർമൽ ഒരു പർപ്പിൾ കളറാണ്. നല്ല രസമാണ്, നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ദെൻ ഈ ഒരു ഹാമ്പർ തരുന്ന ടൈമിൽ തന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസിനോടാണ് ഭയങ്കര ക്രേസ്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ആൾക്ക് ഹെയർ ക്ലിപ്സ്, ഹെയർ ബാൻഡ്സ്, ബ്രേസ്ലെറ്റ്സ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹാമ്പർ ചെയ്തെടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഹെയർ ക്ലിപ്സൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇതാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. മാത്രമല്ല ഞാനും ഇപ്പോൾ കാണുന്നുണ്ട് സ്കൂളിൽ എല്ലാ പിള്ളേരും ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഹെയറിൽ വെച്ച് പോകണം. കാരണം നല്ല ക്യൂട്ടാണ് കേട്ടോ. ഇതിനിങ്ങനെ ഏജ് ലിമിറ്റൊന്നുമില്ല. ചെറിയ പിള്ളേർ മുതൽ വലിയവരൊക്കെ ഇങ്ങനത്തെ ഒരു ക്ലിപ്സ് വെച്ച് പോകണം കണ്ടു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സെറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഈ ബാഗിനുള്ളിലാട്ടോ വെച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ ഇത് സെറ്റായിട്ട് ഇരുന്നോളൂല്ലോ. പിന്നെ ഇതാ വീണ്ടും കുറച്ച് ഹെയർ ക്ലിപ്സും ഒക്കെ തന്നെയാണ്, ടിക് ടാക് ക്ലിപ്സും കുറച്ച് ഹെയർ ആക്സസറീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഈ ടിക് ടാക്സ് ക്ലിപ്സ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. കാരണം അതിൻ്റെ സെലക്ഷൻ എല്ലാ ഷോപ്പിലും കുറവ് തന്നെയായിരുന്നു. ഞാനൊരു 4-5 ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് ഈ ഐറ്റംസൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു ഹെയർ ക്ലോസ് കണ്ടോ, ഇത് ഭയങ്കര മിനിയാണ് കേട്ടോ. ഭയങ്കര ചെറിയാണ്, ഒരു ടൈനി സൈസിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ബിഗായിട്ട് തോന്നും, പക്ഷെ ഇത് ഭയങ്കര ക്യൂട്ടുമാണ്, നല്ല എസ്തേറ്റിക്കുമാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഈ ഒരു ബാഗിനുള്ളിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യം ഞാൻ പർച്ചേസിങ്ങിന് പോയപ്പോൾ ഈ ഒരു ഹെയർ ആക്സസറീസ് ഒന്നും അത്രയും സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. കാരണം എല്ലായിടത്തും സെലക്ഷൻ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പെൻഡൻറ്റ് ഉണ്ടായിരുന്നു, ഇത് നമ്മൾ ലാസ്റ്റ് ഹാമ്പറിലും ഉണ്ടായിരുന്നു ഈ ഒരു സെയിം മോഡൽ. അതായത് 2 പാർട്ടിലും ഡിഫറെൻറ്റ് കളേഴ്സ്, വൈറ്റ് ആയിട്ടും നമുക്ക് ബ്ലാക്ക് ആയിട്ടും ആ പെൻഡൻറ്റ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ എക്സ്ട്രാ ഒരു ഇതുപോലത്തെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു പെൻഡൻറ്റും കൂടി ഉണ്ട്. അങ്ങനെ 2 എണ്ണമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പെൻഡൻ്റാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ക്രാഫ്റ്റ് ലെവലിൽ ഒരിക്കലും അടുപ്പ് തോന്നാത്ത ഒരു പ്രോസസ്സാണ് കേട്ടോ ഇതുപോലെ പർച്ചേസിങ്ങിന് പോകാന്നുള്ളത്. അതിനുവേണ്ടി എത്ര ടൈമുകളിലും ഞാൻ സ്പെൻഡ് ചെയ്തോളും. ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്ത് പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഒരിക്കലും ബോറടിക്കില്ല. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ബേബി ഗേൾ ഭയങ്കര ബാൻസിൻ്റെയോ ഒക്കെ ഭയങ്കര ഒബ്സഷനുള്ള ഒരാളാണ്. അപ്പോൾ അത് കാരണം തന്നെ ബാൻസ് ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാൻഡ്രോ ക്യാരക്ടേഴ്സ് വരുന്ന ഒരുപാട് ബാൻസ് ആയിരുന്നു. ആക്ച്വലി ഈ ബാൻസൊക്കെ ഉണ്ടല്ലോ ഡയറക്റ്റ് കാണുന്നതിൻ്റെ പിഗൾസൊക്കെ കുറച്ചൊരു ഗ്ലേസിങ് ഉള്ള ടൈപ്പാണ്. പക്ഷേ ഈ വീഡിയോയിൽ അത് അങ്ങോട്ട് ശരിക്കും കാണില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം കിഡ്സിൻ്റെ ഒരു സൈസിൽ വരണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു. കാരണം എനിക്ക് എല്ലാതും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബട്ടർഫ്ലൈയുടെ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ഇതും അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടും. ഇടുമ്പോഴായി കഴിഞ്ഞാലും കൈവിലൊക്കെ നല്ല രസമാണ് അതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഞാൻ ഈ ബാഗിനുള്ളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ആക്സസറീസ് എല്ലാതും ഞാൻ ബാഗിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇതാ ഒരു ലിപ് ബാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് എനിക്ക്. അപ്പോൾ ഞാനിത് എടുത്തു. കാരണം നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ഐറ്റം ആയിരുന്നു അത്. ഒരു സൺഗ്ലാസ് വിത്ത് ഹെയർ ക്ലിപ്പ് വരുന്നത്. then ഈ ഒരു ലൈറ്റ് കത്തുന്ന വാച്ചാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സിനിമ റോൾ ക്യാരക്ടറിൽ വരുന്ന വാച്ചാണ്. ഇങ്ങനെ പല ഷെയ്ഡിലാണ് ഇതിന് ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബർത്ത്ഡേകൾ അങ്ങനെ ബാൻഡ്സൊന്നും അധികം വെക്കില്ല, സ്റ്റിൽ ആൾ സിമ്പിളാണെന്നുണ്ടെങ്കിൽ വെക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എടുത്തെന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു ഐറ്റം, ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, ഈ ഒരു കോയിൻ പൗച്ച്. ഞാൻ എന്ന് ഫാൻസി ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ജസ്റ്റ് നോക്കുന്ന 2 ഐറ്റംസിൽ ഒന്നാണ് ഈ ഒരു കോയിൻ പൗച്ച്. പിന്നെ പോക്കറ്റ് മിറർ അങ്ങനത്തെ ഒക്കെ ഞാൻ എപ്പോഴും സെലക്ഷൻ നോക്കാറുണ്ട്. കാരണം എപ്പോൾ കാണുമ്പോഴും അതിന് നല്ല സെലക്ഷനും ഉണ്ടാവും, നല്ല ക്യൂട്ടും ആയിരിക്കും. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ടോപ്പ് ഫേവറേറ്റ് ഓഫ് ദിസ് ഹാമ്പർ എന്ന് പറയുന്നത് ഈ ഒരു ബാഗ് ജാമാണ് കേട്ടോ. ഹലോ കിറ്റിയിൽ വരുന്ന നല്ല രസമാണ്. ഉള്ളിൽ ഗ്ലിറ്ററൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ അങ്ങനെ തോന്നും, നല്ല ക്യൂട്ടുമാണ്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്ലി ഞാൻ ബാഗ് ജാം ഇതുപോലെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു ഓക്കെ ബാഗിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻസെർട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാഗിനുള്ളിലാട്ടോ ബാഗ് ജാം വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ്, അത് കാരണം വോയിസിൽ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്ന അതാണ് കേട്ടോ. ദെൻ ഈ ഒരു പെർഫ്യൂം ഒന്ന് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വെക്കാൻ. ബെല്ലാവിറ്റയുടെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന പെർഫ്യൂമാണ്. സ്മെൽ ഓൾസോ ഗുഡ്. സോ ദെൻ ഇതാണ് നമ്മളുടെ ബർത്ത്ഡേകൾ വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മോളാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു മിനി ഫ്രെയിമാണ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ഫ്രെയിം അല്ല കേട്ടോ, ഇത് ആക്ച്വലി ഒരു ലാമിനേറ്റഡ് ഫ്രെയിമാണ്. നമുക്ക്
നമുക്ക് കാറിലൊക്കെ ഇതുപോലെ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ റൂമിലൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഫ്രണ്ട്ലിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും സേഫായിട്ട്. എന്ന് വെച്ചാൽ ഗ്ലാസ് ഒന്നും അല്ലല്ലോ, അങ്ങനെ പെട്ടെന്ന് പൊട്ടുമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞൊരു ഫ്രെയിമാണ് കേട്ടോ. പിന്നെ അതാ 2 പേപ്പർ സോപ്പ് വെക്കുന്നുണ്ട്. സോ അത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഐറ്റംസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വെക്കാനുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ആണ്. അതും ആളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഏതാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മോസ്റ്റ്ലി നമ്മൾ കിൻഡർ ബ്രാൻഡിൽ പെടുന്ന കുറച്ച് ചോക്ലേറ്റ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൺ സൈഡിലാണ് ഞാൻ ഈ ഒരു അക്സസറീസ് ഒക്കെയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതർ സൈഡ് ചെറിയൊരു പോക്കറ്റ് പോലെ ജിപ്പൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അവിടെയാണ് കേട്ടോ ഞാൻ ചോക്ലേറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ കുറച്ച് വേപ്പേഴ്സ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ് സ്റ്റിക്സ്, പിന്നെന്താ കിൻഡർ, അതൊക്കെയാണ് കേട്ടോ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിത് അറേഞ്ച് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുന്നത് ഈ ഒരു സൈഡ് ഫുള്ളും ഒരു റെഡ് വൈറ്റ് ആ ഒരു തീമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. മറ്റേ സൈഡിലാണെങ്കിൽ ഫുള്ള് ക്യൂട്ടായിട്ടുള്ള പാസ്റ്റൽ ഷെയ്ഡ്സിലായിരുന്നു കേട്ടോ ഫുള്ള് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്, കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ കിൻഡറിൻ്റെ എല്ലാതും. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. എൻ്റെ മാത്രമല്ല എൻ്റെ ഫാമിലിയിലെയും എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് കേട്ടോ അതെല്ലാം. അപ്പോൾ അതെല്ലാം കൂടി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു റെഡ് വൈറ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നതൊരു ക്യൂട്ടല്ലേ, അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഞാൻ കുറച്ചൊരു മാഷ്മെല്ലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു പാസ്റ്റൽ ഷെയ്ഡ്സ് കിട്ടും. പിന്നെ നമ്മൾ ബർത്ത്ഡേകൾക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു, അങ്ങനെയായിട്ട് നമ്മളത് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗവും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ട്രോളി ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി നമുക്ക് കുറച്ച് പുറത്തത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ ഒരു ട്രോളി സ്യൂട്ട് കേസിൻ്റെ പുറത്തുണ്ടല്ലോ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതിനുവേണ്ടി ഫ്ലവേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെയ്തു വന്നപ്പോൾ എന്തോ എനിക്ക് ഫ്ലവേഴ്സ് അത്രയ്ക്കും കൊണ്ട് ഒരു ഭംഗി തോന്നിയില്ല, ഒരു ക്യൂട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഒരു വൈറ്റ് കളറിലൊരു ബോ ചെയ്തെടുത്തിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈൻ ലുക്ക് ഓഫ് ദി ഹാമ്പർ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന് നമുക്ക് നമ്പർ ലോക്ക് സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നമ്പർ ലോക്കൊന്നും ഇട്ടില്ല. ഇൻ കേസ് നമ്മളെങ്ങാനും ഇട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒരു നമ്പർ ലോക്കൊക്കെ ഇട്ട് ജസ്റ്റ് ഒരു സർപ്രൈസ് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഇറ്റ്സ് ഓൾ ഗുഡ് ആൻഡ് എല്ലാവർക്കും ഇഷ്ടമായി. സ്പെഷ്യലി മോളും ഭയങ്കര ഹാപ്പി ആയിരുന്നു പറഞ്ഞപ്പോൾ ഐ എം ഓൾസോ ഹാപ്പി. ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.